ക്കാർക്കും പ്രതിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇന്നൊരു വ്ളോഗായിട്ട് വന്നതാണ്. പക്ഷേ എന്ത് വ്ളോഗാന്ന് ചോദിച്ചാൽ നമ്മുടെ പേജിൻ്റെ 45 ദിവസത്തെ സൂചി എത്തലാണ്. ഞങ്ങൾക്കിപ്പോൾ 2 മാസം 4 ദിവസം അതിന് സൂചി എത്താൻ പറ്റിയില്ല. കാരണം ഇതിന് പനി കഫക്കെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സൂചി എത്തുമ്പോൾ ഇപ്പോൾ നല്ല സുന്ദരനായി ഹാപ്പി ആയിട്ടിരിക്കുക. ഈ പോയി വരുമ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. എന്നാ കഴിച്ചിട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. ഓ തേജടേ അമ്മൻ്റെ ചുണ്ടനടേ. ഇവൻ്റെ അസുഖമൊക്കെ മാറി വന്നപ്പോഴേക്ക് ഉച്ചി തുടങ്ങിയിട്ട് എനിക്ക് ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പത്തൊക്കെ മൂക്കടുപ്പുണ്ട്. ഇന്ന് പോകുമ്പോൾ ഇനിയും കാണിക്കണ്ടേ, അമ്മനെ കാണിക്കണ്ടേ. ഓൻ്റെ ടാറ്റനും വയ്യ. കുഞ്ഞ് ഇപ്പം എൻ്റെ വലിയമ്മൊക്കെ വരുമ്പോൾ വാങ്ങി ഡ്രസ്സിലുള്ള കേട്ടോ. മുത്തേച്ചാണോ ഇനി പിങ്ങിനി ചേച്ചിയാണോ വാങ്ങിക്കറിയില്ല. ഈ ഡ്രസ്സ് ഇട്ട് എടുക്കാൻ പോകാം. കാരണം സൂചി എത്താൻ ഈ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ കയ്യിലെ ഡ്രസ്സെല്ലാം കണ്ടേ. എന്താ തേജോ തേജു തന്നെ ഇട്ടേ. അമ്മൻ്റെ ചുണ്ടനി മണി ഇട്ടേ. തേജുട്ടന് ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൗഡറെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ബോഡി ലോഷൻ വാങ്ങാൻ പറഞ്ഞു. നല്ലൊരു സ്മെല്ല് നോക്കി നല്ലത് ഒരെണ്ണം നോക്കിയിട്ട് വാങ്ങണം. കാശിമോനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് വലിയൊരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബർ ആക്കുക എന്നതുള്ളത്. പാവാണ് ആളിതാ എനിക്ക് പൗഡറൊക്കെ ഇടാൻ നല്ല രീതിക്കൊക്കെ നിന്ന് തരുന്നുണ്ട്. ആൾക്കറിയില്ലല്ലോ അമ്മ ഇഞ്ചക്ഷൻ അടിക്കാൻ കൊണ്ടുപോകുകയെന്ന്. വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. നമ്മളെ കുട്ടിയൊക്കെ എന്തായാലും ഒരു 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞിട്ട് അടുത്തൊരു കുട്ടിയാവുന്ന ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3.5 വയസ്സായ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ ഒരു പക്വത എത്താത്തൊരു പ്രായമാണ്. അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ഒരു ടൈം തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞാകുമ്പോൾ നമുക്ക് 2 കുട്ടികളെ ശ്രദ്ധിക്കാനും എന്താ പറയുക ഇതാക്കാനൊന്നും കഴിയില്ല. അതിൽ കൂടുതൽ കഷ്ടപ്പെടാൻ നമ്മുടെ വലിയ മക്കളാവും. ഈ ഒരു ടൈമിൽ ഞാനത് നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ അമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും അങ്ങനെ തട്ടിമുട്ടി പോകണതിന്. അതുകൊണ്ട് ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വീഡിയോസ് കഴിയുന്ന പോലെ ഇടുന്നുണ്ട്. ഞാൻ ഒരു 3 വർഷം കൊണ്ട് തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഞാൻ തുടക്കത്തിൽ എന്താ വിചാരിച്ചത്, ഒരു കൊല്ലം കൊണ്ട് തന്നെ 1000-ലേറെ സബ്സ്ക്രൈബറും നമുക്ക് പൈസ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചുണ്ടാക്കി. പക്ഷേ മുന്നോട്ടേക്ക് എത്താന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഞാൻ ഒരു കൊല്ലത്തോളം നല്ല രീതിക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ വ്യൂവും പിന്നെ എന്താ സബ്സ്ക്രൈബറും കൂടാതെ പിന്നെ അതും അടുത്ത് പിന്നെ വീഡിയോ ഇടാതെ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ പഴയ വീഡിയോസ് നോക്കിയപ്പം തോന്നി ഇത് നമുക്കൊരു ഡയറി ആയിട്ട് കൊണ്ടെടുക്കല്. പിന്നെ അങ്ങനെ കൊണ്ടെടുക്കൽ തുടങ്ങിയിട്ടാണ്. അപ്പം ഞാൻ മാറ്റിയിട്ടാണ്. ഈ ജലദോഷമൊക്കെ ആയാലും ഞാൻ നേരെ കിട്ടുള്ളൂ. അനിയത്തി ഞാനും കൂടി ആട്ടോ പോകുന്നത്. അപ്പം അനിയത്തി ഓൾറെഡി ചമ്മാട് പോയിട്ടുണ്ട്. പാപ്പൻ്റെ മോളെ സ്കൂളിൽ ചേർത്താനായിട്ട് +1-ലാണ്. അപ്പോൾ പാരൻസ് പോകണം അറിഞ്ഞുകൊണ്ട് ചെറുമിക്കൊരു മരണം കാരണം പോകാൻ പറ്റാത്തോട്ടിൻ്റെ അനിയത്തിയായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ വണ്ടിക്ക് കാത്തിരിക്കുകയാണ്. ഞാൻ ബസ്സൊക്കെ കയറി തിരുവങ്ങാടി എത്തിയിട്ടോ. അവിടെ നിന്ന് വേഗം മോനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞു. പുറത്ത് വന്നിരുന്നപ്പോഴത്തെ വീഡിയോ ആയിട്ടോ. അപ്പോൾ പുസ്തകവും മരുന്നും ബാഗിൽ വയ്ക്കാണ്ടായിരുന്നു. ബാഗിൽ വെച്ചതിന് ശേഷം ആളങ്ങനെ നോക്കിയപ്പോൾ ആളെല്ലാം ഉറക്കമായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്താട്ടോ. ഇനി ഒരു ഉറക്കുണ്ടാവില്ല. കാരണം ഉറങ്ങുന്നിടയിൽ കാലിളകി ഭയങ്കര കരച്ചിലാവും. അപ്പോൾ അനിയത്തിയും പാപ്പൻ്റെ മോള് സ്കൂളിൽ നിന്ന് വരാൻ നേരം പറഞ്ഞപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോന്നു. വീട്ടിലെത്തിയ ശേഷം അവൻ്റെ കാലിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അവിടുന്ന് സിസ്റ്റർമാരും ആശാവർക്കറും പറഞ്ഞിരുന്നു കാല് നല്ല ഇളക്കി കൊടുക്കാൻ ചൂടുവെള്ളം പിടിക്കരുത്. കാല് എത്രത്തോളം ഇളക്കി കൊടുക്കുന്നുവോ അത്രയും കുട്ടികൾക്ക് വേദന മാറ്റം ഉണ്ടാവുന്നു. അങ്ങനെ നിൽക്കാതൊക്കെ ഇളക്കിയിരുന്നു കേട്ടോ. ഇയാളെ കാര്യത്തിൽ അങ്ങനെ ഇളക്കിയതിന് ശേഷം അന്നത്തെ രാത്രി കാശിമോന് വേദനയില്ലായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ അടിച്ചതിൻ്റെ ചെറിയ റിസൾട്ട് ഇവിടെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൾ ചെറുതായിട്ടൊക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരെ നല്ല കാര്യത്തിനായതുകൊണ്ട് അതൊക്കെ നമ്മളത് ക്ഷമിക്കുക തന്നെ. രാത്രിയൊക്കെ ആയി. ഇപ്പോൾ കുഴപ്പമില്ല. വേദനയൊക്കെ മാറി. ഒരാൾ നോക്കണേ ഞാൻ കാണിച്ചെടുക്കാം.
അമ്മ ഞാനും കെടുക്കാം. സൂചി കുത്തിക്കണോ തേജ? ഇവിടെ ഒരാളിതാ പണി ഒപ്പിച്ചു. ചിരിക്കണേ മൂപ്പരാള് ചിരിക്കണേ. കാലിൻ്റെ വേദന ഏകദേശമൊക്കെ മാറിയപ്പോൾ കുറച്ച് നേരം കിടത്തിയതാട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ആളിങ്ങനെ കിടന്ന് കളിക്കണൊക്കെ ഉണ്ട്. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഈ കിടത്തില്ല കേട്ടോ, എടുക്കുക വേണ്ടി ആൾക്ക് എടുക്കണ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ കരയണില്ല, നിലത്ത് ഇങ്ങനെ കിടത്തിയപ്പോൾ അങ്ങനെ കിടത്തിയതാണ്. തേജിട്ടാ വേദന മാറി എന്ന് അമ്മ കൊണ്ടുപോയോ ആശുപത്രിക്ക്? നിങ്ങളെ സൂചിത്തം കൊണ്ടുപോയോ? സൂചിത്തം കൊണ്ടുപോയിക്കണ തേജ? ഫോട്ടോ എടുക്കാൻ നിന്നര് ചെറിയ വേദനയുണ്ട്. ഇപ്പൊ ചെറിയ വേദന ഉള്ള അതിനുള്ള കരച്ചില്ലല്ലേ തേജ? കുട്ടീനെ ഉറക്ക് വന്നപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ മേലൊക്കെ തുടച്ച് കൊടുത്ത് തണുപ്പ് ഉപ്പായൊക്കെ ഇട്ട് കൊടുത്ത് ആളെ തൊട്ടിലിട്ട് ഉറക്കിയതാട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഉണർത്താണോ ആട്ടി കൊടുക്കുകയാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ നേരെ ടാറ്റാ ബൈ, സീ യു.